ഫ്രണ്ട്സ്, ഞാൻ ഫാദർ ടോം ജോൺ, ഒരു ഫ്രാൻസിസ്കൻ വൈദികനാണ്. ഒരുപക്ഷെ നിങ്ങൾ ചിന്തിച്ചേക്കാം, എന്തിനാണ് ഈ ഫാദർ ഈ കുപ്പായവുമിട്ട് ഞങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത് എന്ന്. എനിക്ക് നിങ്ങളോട് പങ്കുവയ്ക്കുവാനായിട്ടുള്ളത് ഒരു പ്രത്യേക കാര്യമാണ്. കഴിഞ്ഞ 40-45 വർഷക്കാലം സ്റ്റാമ്പിനെ സ്നേഹിച്ചും സ്റ്റാമ്പ് കളക്ട് ചെയ്തും കൊണ്ട് ഞാൻ വളർത്തിയെടുത്ത ഒരു ഹോബി ആണ് സ്റ്റാമ്പ് കളക്ഷൻ. അതുപോലെ തന്നെ മറ്റൊരു ഹോബി എനിക്കുള്ളത് ക്രിക്കറ്റ് കളിയാണ്. എൻ്റെ വൈദിക ജീവിതത്തിന് ഇടയിൽ കിട്ടിയ ഇടവേളകൾ ഉപയോഗിച്ച് വളർത്തിയെടുത്ത 2 ഹോബികൾ. കുട്ടിക്കാലത്ത് സ്കൂളിൽ വെച്ച് തീപ്പെട്ടിപ്പഴം കളക്ട് ചെയ്ത് തുടങ്ങിയ ഈ ഹോബി ഇന്ന് ഞാൻ വളർത്തി ഇത്രയും ആക്കി 50,000 സ്റ്റാമ്പുകൾ, 200-ൽ കൂടുതൽ വിഷയങ്ങളിൽ. ഈ സ്റ്റാമ്പുകളെ എല്ലാം കോർത്തിണക്കിക്കൊണ്ട് ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും, തെക്കേ ഇന്ത്യയിലും വടക്കേ ഇന്ത്യയിലും ഒക്കെ സ്റ്റാമ്പ് എക്സിബിഷനുകൾ ഞാൻ നടത്തിയിട്ടുണ്ട്. അപ്പോൾ ഒരു സ്റ്റാമ്പിന് നമ്മളോട് പറയുവാനായിട്ട് പല കഥകളുണ്ടാക്കാം. അത് കലയാകട്ടെ, സാഹിത്യമാകട്ടെ, അതുപോലെ പല സംസ്കാരങ്ങളെ പറ്റി ആകട്ടെ, പല സംഭവങ്ങളെ പറ്റി ആകട്ടെ. അപ്പോൾ ഈ സ്റ്റാമ്പ് അത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുകയാണ്. ഇന്ന് നമുക്കെല്ലാവർക്കും അറിയാം, വേൾഡ് കപ്പ് ക്രിക്കറ്റ് വനിതാ ടീം, ഇന്ത്യയുടെ വനിതാ ടീം നേടി വന്നിരിക്കുകയാണ്. അവർക്ക് നൽകുന്ന പ്രാധാന്യം, അല്ലെങ്കിൽ ക്രിക്കറ്റിന് ഇന്ത്യ നൽകുന്ന പ്രാധാന്യത്തെ പറ്റി നമുക്ക് അറിയാം. ഏത് ചാനലിൽ നമ്മൾ തപ്പിയാലും നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ആ ക്രിക്കറ്റ് താരങ്ങളോട്, അല്ലെങ്കിൽ ക്രിക്കറ്റിനോട് ഇന്ത്യക്കുള്ള ആ ആദരവും ബഹുമാനവും ഒക്കെ. ലോകത്തിലെ പല ക്രിക്കറ്റ് സ്റ്റേഡിയങ്ങളിൽ പോയി ഏതാണ്ട് 300-350 ക്രിക്കറ്റ് താരങ്ങളെ കാണുകയും അവരോട് സംസാരിക്കുകയും ഒക്കെ ചെയ്യുവാനായിട്ടുള്ള അവസരം എനിക്ക് ലഭിച്ചിട്ടുണ്ട്. ആഡം ഗിൽക്രിസ്റ്റ്, MS ധോണി, ബെൻ സ്റ്റോക്ക്, മൈക്കൽ ക്ലാർക്ക്, ഷോൺ പൊല്ലക്, അർജുന രണതുംഗ, അങ്ങനെ ഉള്ള പല ക്രിക്കറ്റ് താരങ്ങളെ നേരിട്ട് കണ്ട് അവരുടെ അനുഭവങ്ങൾ ശ്രവിക്കുവാനായിട്ട് എനിക്ക് സാധിച്ചു. അപ്പോൾ ഈ ചാനലിലൂടെ അവർ പറഞ്ഞത് നിങ്ങളോട് പങ്കുവയ്ക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. ക്രിക്കറ്റ് ഇന്ന് ലോകത്തിന് നൽകുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു പുതിയ സന്ദേശമാണ്. കളിയിലൂടെയും നമുക്ക് ലോകത്തില് വലിയ വ്യക്തികളായി തീരുവാനായിട്ട്, നമുക്ക് കിട്ടുന്ന അവസരങ്ങൾ ഉപയോഗിച്ച് മറ്റുള്ളവർക്ക് ഒരു പ്രയോജനമാകുന്ന വിധത്തിൽ ഒരു പ്രേരക വ്യക്തിയായി നമുക്ക് തീരുവാനായിട്ട് സാധിക്കും. സ്റ്റാമ്പിലൂടെ വിജ്ഞാനം നേടിയെടുക്കുന്നു, ക്രിക്കറ്റിലൂടെ കൗതുകങ്ങൾ നമ്മൾ കേൾക്കുന്നു, നമ്മൾ കൗതുകമായ വാർത്തകൾ കേട്ടുകൊണ്ട് അത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്നു. എൻ്റെ ഈ ചാനലായ സ്റ്റാമ്പ് ആൻഡ് സ്റ്റംപ് നിങ്ങൾ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്യണമെന്ന് താല്പര്യപ്പെടുന്നു. അടുത്ത ഒരു എപ്പിസോഡ് വരെ നിങ്ങൾക്ക് എല്ലാവിധ നന്മകളും നേരുന്നു.